ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവാം ദൈവം നമ്മിൽ കൂടുതൽ നിറയുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ 10-ാം നാളിൽ സെഹിയോൻ മാളികയിൽ ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടിയിരുന്ന തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ മാതാവിനോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ നമുക്കും വരാം ആ മാളികയിലേക്ക്. പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിനായി എല്ലാവരോടും ചേർന്ന് അവനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ സെഹിയോൻ മാളികയായ നമ്മുടെ ദേവാലയങ്ങളിൽ നമുക്ക് ഒത്തുചേരാം. എന്താണ് ഈ സെഹിയോൻ മാളികയ്ക്കുള്ള പ്രത്യേകത? മർക്കോസിൻ്റെ അമ്മയായ മറിയ താമസിച്ചിരുന്ന വീട്, മർക്കോസിൻ്റെ ഭവനം. കർത്താവ് തൻ്റെ കുരിശ് മരണത്തിന് മുൻപ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സെഹിയോൻ മാളിക, തൻ്റെ അന്ത്യ അത്താഴം കഴിച്ച വീട്, ഹൃദയം നുറുക്കുന്ന പോലെ തൻ്റെ ശരീരം മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വീട്, കാസ ഉയർത്തി ഇത് ഞാൻ നിങ്ങൾക്കായി ഒഴുക്കുവാൻ പോകുന്ന എൻ്റെ രക്തം എന്ന് അതിവേദനയോടെ പറഞ്ഞ വീട്, അവരുടെ ഗുരുവിൻ്റെ കണ്ണുനീർ വീണ സ്ഥലം, താൻ സ്നേഹിച്ച ഒരു ശിഷ്യൻ തന്നെ ഉറ്റുകൊടുക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ഭവനം, ഞാൻ നാളെ കുരിശിൽ തറച്ച് കൊല്ലപ്പെടുമെന്ന് യേശു പ്രവചിച്ച ഭവനം, കൊല്ലപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു വാതിലുകൾ അടച്ചിരുന്ന ഭവനത്തിൻ്റെ നടുവിൽ അവരുടെ മധ്യത്തിൽ വന്നു നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കതകുകൾ അടച്ചിരുന്ന ഭവനം. ഈ വീട് ഒരു ദേവാലയമാണ്, ക്രിസ്ത്യൻ സഭയുടെ ആദ്യത്തെ ദേവാലയം, ദ ഫസ്റ്റ് ചർച്ച് ഓഫ് ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പ്രപഞ്ചത്തിലെ ആദ്യത്തെ കുർബാന അർപ്പിക്കപ്പെട്ട ഭവനം, കർത്താവിൻ്റെ ഓർമ്മ വരുന്ന ഭവനം. ആ ഭവനത്തിലാണ് തൻ്റെ ശിഷ്യന്മാരും മാതാവും മറ്റുള്ളവരും താൻ പറഞ്ഞതനുസരിച്ച് 10 നാൾ പരിശുദ്ധാത്മാവിൻ്റെ അവരിലുള്ള ആവാസത്തിനായി കാത്തിരുന്നത്. അന്ന് അവരുടെയും ഇന്ന് നാം ഓരോരുത്തരുടെയും ആത്മീയതയുടെ നിറവിൻ്റെ ഭവനമായ കർത്താവിൻ്റെ ആ സെഹിയോൻ മാളികയിൽ അവൻ്റെ ദേവാലയത്തിൽ വൈകാരികമായി യേശുവുമായി ശിഷ്യന്മാരെ അടുപ്പിച്ച, ഇന്ന് നാം ഓരോരുത്തരെയും അടുപ്പിക്കുന്ന അവൻ്റെ ഭവനത്തിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, ആ പരിശുദ്ധ ആലയത്തിൽ, അവൻ്റെ വിശുദ്ധ ബലിയുടെ നിറവിൽ അവൻ വാഗ്ദാനം ചെയ്ത, യേശു ആവശ്യപ്പെടുമ്പോൾ പിതാവാം ദൈവം നമുക്ക് തരുന്ന ആത്മാവാം ദൈവം നമ്മിൽ വ്യാപരിക്കുവാൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കുമ്പോൾ അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും തരും എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്ത യേശു. നമ്മൾ ചോദിക്കുമ്പോഴല്ല, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ചോദിക്കുമ്പോൾ ആത്മാവിനെ നമുക്ക് ധാരാളമായി തരുന്ന പിതാവാം ദൈവം എന്നേക്കും നമ്മുടെ മരണം വരെയും നമ്മോടൊത്ത് ഈ ലോകത്തിൽ വസിക്കുന്ന ആത്മാവാം ദൈവത്തിനായി ദാഹിച്ചുകൊണ്ട് ഈ ഞായർ നാളിൽ, പെന്തിക്കോസ്ത് പെരുന്നാളിൽ നമുക്കും അവൻ്റെ സെഹിയോൻ മാളികയിൽ, നമ്മുടെ ദേവാലയത്തിൽ, അവൻ്റെ വിശുദ്ധ ബലിയുടെ സാന്നിധ്യത്തിൽ കൈകൾ കൂപ്പി അവൻ ആവശ്യപ്പെടുമ്പോൾ പിതാവാം ദൈവം വർഷിക്കുന്ന പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ നല്ല പുതുക്കത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.